Good morning, children. Yesterday we studied pronoun, isn't it? Did you understand? Okay, children. Today we have to do exercise of pronouns. All of you take page number 40. Page number 40 in your textbook. 40 last exercise. नीचे दिए गए शब्दों में सर्वनाम शब्दों पर गोला लगाइए. नीचे दिए गए शब्दों में सर्वनाम शब्दों पर सर्किल द प्रोनाउंस इन द गिवन वर्ड्स. ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലെ പ്രോനൗണിന് സർക്കിൾ ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ വിത്ത് ഹിയർ ഹിമാലയ. Can you see? Himalaya. Then Begicha. Last one, Mera. Look, children. Himalaya. Himalaya means the name of a mountain. ഒരു പർവ്വതത്തിന്റെ പേരാണ്. ബഗീച്ച മീൻസ് ഗാർഡൻ. ഗാർഡന്റെ പേര്. നമ്മൾ പറഞ്ഞു പ്രോനൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ സാധനത്തിന്റെയോ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? പ്രോനൗൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇൻസ്റ്റഡ് ആയിട്ട് നെയിമിന് ഇൻസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹിമാലയം എന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ പേര് അത് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഹിമാലയം എന്ന് പറയുന്ന പർവ്വതത്തിന്റെ പേര്. ബഗീച്ച അതുപോലെ ഗാർഡൻ. നോക്കിയ മേര എന്ന് പറയുമ്പോൾ എന്റെ എന്നർത്ഥം വരുന്നു. മേര മീനിങ് ഈസ് മൈൻ അല്ലെങ്കിൽ മൈ എന്നുള്ള അർത്ഥം വരും. അപ്പൊ എന്റെ അല്ലെങ്കിൽ എന്റെ എന്നർത്ഥം പറയുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പകരം ഉപയോഗിച്ച വാക്കാണ് അല്ലേ? അപ്പോൾ ഈ മേരയ്ക്ക് നിങ്ങൾ റൗണ്ട് ചെയ്യുക. മേര റൗണ്ട്. ഓക്കെ, മേര റൗണ്ട്. നെക്സ്റ്റ് വൺ സെക്കൻഡ് ആപ്. ആപ് बैठो roti. Children, here also 3 options are given us. First one, aap. Aap means, what is the meaning of aap? താങ്കൾ എന്ന് പറയുന്നത് അല്ലേ? യു എന്നുള്ള അർത്ഥമാണ്. അത് റെസ്പെക്റ്റോട് കൂടി കൊടുക്കുന്നതാണ് ആപ്പ്. സെക്കൻഡ് വൺ ബൈഠോ. ബൈഠോ മീൻസ് സിറ്റ് ദെയർ. അതൊരു വെർബാണ്. നെക്സ്റ്റ് റോട്ടി. റോട്ടി ചപ്പാത്തി. ചപ്പാത്തിക്ക് പറയാം. ചപ്പാത്തി എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു തിങ് ആണ്. തെങ്ങിന്റെ പേരാണ് റോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് സർവനാം എന്ന് പറയുന്നത്? ഇതിൽ സർവനാം ആപ്പാണ്. താങ്കൾ. താങ്കൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യുവർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരമായിട്ട് ഉപയോഗിച്ച വാക്കാണ്. അടുത്തത് സാധു. സാധു മീൻസ് സന്യാസി. സുന്ദർ meaning beautiful. Third one, Mahatma. Mahatma. Mahatma എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയാണ്. അപ്പൊ ഇത് മൂന്നും തന്നെ പ്രോനൗൺ അല്ല. ഇത് മൂന്നും ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഭംഗിയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദമല്ലാത്തതുകൊണ്ട് അത് മൂന്നും തന്നെ പ്രോനൗൺ അല്ല. അപ്പൊ അതൊന്നിനെ റൗണ്ട് ചെയ്യണ്ട. ഓക്കെ. ഫോർത്ത് വൺ വഹ. വഹ മീൻസ് പെർമനന്റ് മാർക്കർ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? വഹ. See, can you see? Okay, waka, chidiya. Chidiya means bird. Third one, use. Okay, waka means she or he. ഒരു ഹീയും ഷീയും ഉപയോഗിക്കുന്ന ഒരാൾക്ക് പകരമായിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അവൻ അല്ലെങ്കിൽ അവൾ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വഹ റൗണ്ട് ചെയ്യുക. അതുപോലെ ചിടിയ ബേർഡ് അത് വേണ്ട. ഉസേ അവർക്ക് എന്ന് പറയാനായിട്ട് അവന് എന്ന് പറയാൻ വേണ്ടിട്ട് ഉപയോഗിച്ച വാക്ക്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് റൗണ്ട് ചെയ്യുക. അപ്പൊ തേർഡ് ക്വസ്റ്റിനകത്ത് മാത്രം റൗണ്ട് ചെയ്യണ്ട. ഓക്കെ. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അത് മിസ് തന്നിട്ട് ആൻസർ തന്നതിന് ശേഷം അത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ യു ലുക്ക് പേജ് നമ്പർ 41 exercise चुनिए और लिखिए. Choose and write. Did you see that question?
ചുനിയെ ഔർ ലിഖിയെ, ചൂസ് ആൻഡ് റൈറ്റ്. അവിടെ നോക്കിക്കേ, റൗണ്ടിൽ കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. 4 ബബിൾസിനുള്ളിലാണ്. ആ കുട്ടി കണ്ട ബബിൾ വിടുവാണ്. ആ ബബിളിനുള്ളിൽ 5 വാക്കുകളുണ്ട്. ആ 5 വാക്കുകളിൽ അതും പ്രോനൗൺസ് ആണ്. ആ പ്രോനൗൺസിൽ ഏത് പ്രോനൗൺ ആണ് ഈ ഡാഷ് ഇട്ടടുത്ത് വന്ന് ചേർക്കേണ്ടതെന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഫസ്റ്റ് സെന്റൻസ്, ഡാഷ് മേരാ ഡാഷ് മിത്ര ഹുഷിയാർ ഹേ. ഡാഷ് മിത്ര, ഡാഷ് മിത്ര. മിത്ര മീൻസ് ഫ്രണ്ട്, ഹുഷിയാർ മീൻസ് ക്ലവർ എന്നുള്ള അർത്ഥമാണ്, ക്ലവർ. അപ്പോൾ ഫ്രണ്ട് ക്ലവർ ആണ്. ആരുടെ ഫ്രണ്ടാണ്? എന്റെ ഫ്രണ്ട് എന്നല്ലേ പറയേണ്ടത്. എന്റെ എന്നുള്ള വാക്ക് എവിടെയാ വരുന്നത് എന്നറിയാവോ? ഇതാണ് മേര. ലുക്ക് ആൻഡ് റൈറ്റ്. മേര, മേര മിത്ര ഹുഷിയാർ ഹേ, മേര മിത്ര ഹുഷിയാർ ഹേ, മേര മിത്ര ഹുഷിയാർ ഹേ. സെക്കൻഡ്, ഡാഷ് ഈശ്വർ മിലേ. എനിക്ക് എന്റെ ഈശ്വരനെ കിട്ടി, എനിക്ക് എന്റെ ഈശ്വരനെ ലഭിച്ചു എന്ന് പറയാണ്. ഞാൻ അല്ലെങ്കിൽ ഈശ്വരനെ കണ്ടു, എനിക്ക് ഈശ്വരനെ കാണാൻ സാധിച്ചു. ഇപ്പൊ എനിക്ക് എന്നുള്ള വാക്ക് വരുന്നത് മെയിൻ പ്ലസ് കോ മുച്ചുക്കോയാണ്. ആ മുച്ചുക്കോ ആ മുച്ചേ, ആ മുച്ചേ എന്നുള്ള വേർഡ് അവിടേക്ക് എടുത്തിരുക. മുച്ചേ ഈശ്വർ മിലേ, മുച്ചേ ഈശ്വർ മിലേ. റൈറ്റ്. എന്റെ ഫോട്ടോ ഇടാം നമുക്ക്. ഇത് മുച്ചേ ഈശ്വർ മിലേ. നെക്സ്റ്റ് വൺ, ഡാഷ് ബെച്ച് ഗേ ഹം ബെച്ച് ഗേ. ഞങ്ങൾ രക്ഷപ്പെട്ടു. ഹം, ഹം. ലുക്ക് ആൻഡ് റൈറ്റ്. ഹം അക്ഷരം നോക്കിയിട്ട് ഹം ബെച്ച് ഗേ. നെക്സ്റ്റ് വൺ, മേനെ സപ്പന ദേഖ. ഞാനൊരു സ്വപ്നം കണ്ടു. മേനെ സപ്പന ദേഖ, സപ്പന ദേഖ, മേനെ സപ്പന ദേഖ. മേനെ എന്നുള്ള വേർഡുണ്ട്, ആ വേർഡിനോട് ചേർന്ന് കാണുന്ന വേർഡാണ് മേനെ. മേനെ സപ്പന ദേഖ. ഡാഷ് ഭഗവാൻ ഭലാകരെ. അവന്റെ ദൈവം അവനെ രക്ഷിക്കും. അപ്പോൾ അതിന്റെ വാക്കാണ് ഉൻക, ഉൻക. എണ്ണല്ലേ ഉള്ളു ബാക്കിയുള്ളൂ. ഉൻക ഭഗവാൻ ഭലാകരെ. അപ്പൊ അത് എഴുതുക. നെക്സ്റ്റ് വൺ, ദിയേ ഗേ ശബ്ദോं के वचन बदलिए. वचन बदलिए മീൻസ് ചേഞ്ച് ദ നമ്പർ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. റൈറ്റ് ദ പ്ലൂറൽ ആണ്, ബഹുവചനം എഴുതാനായിട്ടാണ്. റോട്ടി, റോട്ടിയ, അതവിടെ തന്നിട്ടുണ്ട്. Second one, pooka, pooke, pooka, pooke. Can you see? Pooka, pooke. Sanget, sanget തന്നെ, no change. Sanget, sanget. സാധു, സാധു, അതിനും വ്യത്യാസമില്ല. സപ്പന, ആയിൽ അവസാനിക്കുന്നത് എ ആയിട്ട് മാറും. സപ്പനെ, സപ്പന, സപ്പനെ. ബാത്ത്, ബാത്തേ, ബാത്ത്, ബാത്തേ. നെക്സ്റ്റ് വൺ, ജംഗൽ, നോ ചേഞ്ച്. ജംഗൽ, ജംഗൽ. പ്രശ്ന, പ്രശ്ന, അതൊന്നും വ്യത്യാസമില്ല. ഒന്നൂടെ, റോട്ടി, റോട്ടിയ, ഭൂക്ക, ഭൂക്കെ, സംഗീത്, സംഗീത്, സാധു, സാധു, സപ്പന, സപ്പനെ, ബാത്ത്, ബാത്തേ, ജംഗൽ, ജംഗൽ, പ്രശ്ന, പ്രശ്ന. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, नेक्स्ट एक्सरसाइज, एक ही मात्रा लगाकर नए शब्द बनाई. मेक न्यू വേർഡ്സ് യൂസിംഗ് ദ സൈൻ ഓഫ് എ. ഫസ്റ്റ് വൺ, മര. മരയ്ക്ക് നമ്മൾ മായ്ക്ക് എയുടെ ചിഹ്നം കൊടുത്തു. മേര എന്നവിടെ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത അതുപോലെ നമ്മൾ തര എന്നാണ് തന്നിരിക്കുന്നത്, അതിന് എയുടെ ചിഹ്നം കൊടുക്കുമ്പോൾ തേര, തേര, തേര. ഹമൻ, ഹമനെ എന്നാക്കണേ. നായ്ക്ക് വേണം എയുടെ ചിഹ്നം കൊടുക്കാൻ. ഹംനെ, ഹംനെ. അടുത്തത് ഉസ്നെ. അപ്പൊ ഏതിനെ കൊടുക്കണം എന്റെ ചിഹ്നം? നായ്ക്ക് കൊടുക്കണം. ഉസ്നെ. സപ്പനെ, സപ്പന, സപ്പനെ. അപ്പൻ, അപ്പനെ. അപ്പം ആദ്യത്തെ ഫസ്റ്റ് 2 എണ്ണം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ലെറ്ററിന് തായ്ക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം അവസാനത്തെ അക്ഷരമായ നായ്ക്കാണ് എയുടെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഹമനെ, ഉസ്സനെ, സപ്പനെ, അപ്പനെ. നെക്സ്റ്റ് എക്സർസൈസ് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ടുള്ളതാണ്. दी गई वर्ग पहेली में सर्वनाम शब्दों को खोजकर गोला लगाइए. सर्च ആൻഡ് എൻസർക്കിൾ ദ പ്രോനൗൺസ് ഹിഡൻ ഇൻ ദിസ് വേർഡ്. കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി വേറെ ഉണ്ടോ നിങ്ങൾ നോക്കി ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, കുറേ കണ്ടോ, ഇതെല്ലാം സർവനാമങ്ങളാണ്. ഈ സർവനാമങ്ങൾ, ഈ വേർഡുകൾ ഏതെങ്കിലും ഉണ്ടോ ഈ ഗ്രിഡിനകത്തുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങളത് റൗണ്ട് ചെയ്യണം. Okay, children, thank you. Have a nice day.